ഹായ് എവ്രി വൺ, വെൽക്കം ടു ഇന്നർ വീഡിയോ ഓഫ് മൈൻ. അപ്പോൾ ഇന്ന് ഒരു ഹെയർ കളറിങ് വീഡിയോ ആണ് കേട്ടോ. എനിക്കെൻ്റെ ഹെയർ കളർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ കുറേ ഹെയർ കളറിങ് പലതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. സലൂണിലൊന്നും പോയിട്ട് ഇതുവരെ ഹെയർ കളർ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ തന്നെ കുറേ പരീക്ഷണങ്ങളാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളത്. ബർഗണ്ടി, പ്ലം റെഡ് ഇങ്ങനത്തെ കളേഴ്സൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചായിട്ടൊരു 1-2 വർഷമായിട്ട് ഞാനിങ്ങനെ കളറൊന്നും ചെയ്യാണ്ട് ബ്ലാക്ക് ഹെയറിൽ തന്നെ നടക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ട് എനിക്കിങ്ങനെ കളർ ചെയ്യാൻ ഭയങ്കരമായിട്ടൊരാഗ്രഹം. അപ്പം ഞാൻ എന്ത് ചെയ്തു, കളർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗാർണിയറിൻ്റെ ഹെയർ കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. ഓക്കെ, ഗാർണിയർ ഹെയർ കളറിൻ്റെ കാരമൽ ബ്രൗൺ ആണ് ഷെയ്ഡ്. അപ്പോൾ ഇതാണ് ഞാനിന്ന് കളർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് എത്രത്തോളം നമ്മളെ കളർ വിസിബിൾ ആവുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യുന്നത്. ഇതല്ലാതെ ഞാൻ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ടൊക്കെ ഞാൻ ബർഗണ്ടി കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹെന്നയും ബീട്രൂട്ട് പൗഡറൊക്കെ യൂസ് ചെയ്തിട്ട് അതെനിക്ക് അടിപൊളി റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബ്രൗൺ കളറിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഓൾറെഡി ഞാൻ പൊട്ടിച്ച് നോക്കിയതാണ് കേട്ടോ. എവിടെയാണ് നോക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ഓൾറെഡി ഇത് പൊട്ടിച്ച് നോക്കിയതാണ്, എന്നാലും ഒന്നുകൂടെ പൊട്ടിക്കാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഗ്ലൗസ് ഉണ്ടാവും കേട്ടോ, പെയർ ഓഫ് ഗ്ലൗസ്. പിന്നെ കണ്ടീഷണർ, ഷാംപൂ. ഇതാണ് നമ്മുടെ കളറൻറ്റ് വരുന്നത്. ആൻഡ് ഒരു ഡെവലപ്പർ ക്രീം. സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ലീഫ്ലെറ്റ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബോക്സിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് അവരിതിൽ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഇവരൊരു അലർജി ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ഇഫ് നമ്മൾ ഈ പ്രൊഡക്റ്റ് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു അലർജി ടെസ്റ്റ് അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്താ അറിയില്ല, ഇതൊന്നും ഒരിക്കലും ചെയ്യാനുള്ളൊരു ക്ഷമ എനിക്ക് ഉണ്ടാവാറില്ല. ഇതുവരെ അങ്ങനെ അലർജിയൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതൊന്നും ടെസ്റ്റ് ചെയ്യാതെ തന്നെ ചെയ്യുകയാണ്. പക്ഷേ ഐ റെക്കമെൻഡ് എവറി വൺ ഡൂയിങ് ദിസ് അലർജി ടെസ്റ്റ്. ഓക്കെ, പിന്നെ ആരൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ള എല്ലാ പ്രോപ്പർ ഡീറ്റെയിൽസും ഇതിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ലീഫ്ലെറ്റിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇതിലുണ്ട്. എങ്ങനെ യൂസ് ചെയ്യണം, നമുക്ക് നമ്മുടെ ഫുൾ ഹെയർ കളർ ചെയ്യണമെങ്കിൽ നമ്മൾ ടൈം ബോട്ടിൽ യൂസ് ചെയ്യണം, നമുക്കൊരു ഹാഫ് ലെങ്ത് ആണെങ്കിൽ ഹാഫ് യൂസ് ചെയ്താൽ മതി, അങ്ങനെ തുടങ്ങിയ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹെയർ ഇൻ കേസ് ബ്ലീച്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് ഹെയർ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസിൽ നമ്മൾ 2 വീക്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ കളർ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഹെന്ന അപ്ലൈ ചെയ്തിട്ട് ഹെയർ കളർ അപ്ലൈ ചെയ്യാൻ പാടില്ല, കാരണം നമുക്ക് വിസിബിളായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മൾ ഫേസിലോ എന്തെങ്കിലും സ്കാർസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ സ്കാൻ ഭയങ്കര സെൻസിറ്റീവ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുതെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് കളർ ചെയ്യാൻ പോവുകയാണ്. സോ എൻ്റെ നല്ല കേളി ഹെയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ മുടി ചീകിയെടുക്കാൻ നല്ല സമയം വേണം, എനിക്ക് അറിയുന്നുണ്ട് തന്നെ. ഞാൻ ഇന്നലെ തന്നെ ഹെയറൊക്കെ നല്ല ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്തിട്ടോ. അത് വാഷ് ചെയ്യാനുള്ള കാരണം എൻ്റെ ഹെയറിൽ ഞാൻ ജെല്ലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പം ഈ ക്രീം ശരിക്കും ഇതിൽ ഹെയറിൽ പിടിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാത്രി തന്നെ നല്ലപോലെ ഷാമ്പൂ ഒക്കെ ഇട്ട് ഹെയർ വാഷ് ചെയ്തു. മുടിയൊക്കെ ഇന്നലെ ചീകി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ ബുഷ് പോലെ നിൽക്കുന്നത് കേട്ടോ ഹെയർ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പ്രോപ്പറായിട്ട് ഒന്നുകൂടെ കോംബ് ചെയ്യാം. എന്തായാലും ഉറങ്ങി എഴുന്നേറ്റൊക്കെ വന്നപ്പോഴേക്കും വീണ്ടും നല്ലപോലെ ടാങ്കിൾസൊക്കെ വന്നിട്ടുണ്ടാവും. നമുക്കൊന്നുകൂടെ മുടിയൊക്കെ ചീകി എടുക്കാം. സോ ഞാനൊരു വൈറ്റ് ടൂത്ത് കോമ്പാണ് എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ഡീടാങ്കിൾ ചെയ്യാൻ വൈറ്റ് ടൂത്ത് കോമ്പാണ് നല്ലത്. ഓക്കെ, സോ നമ്മൾ മുടിയൊക്കെ ചീകി നമ്മളൊരു പഴയ ടോപ്പൊക്കെ ഇട്ടിട്ട് വന്നു കേട്ടോ. നമുക്ക് മിക്സ് ചെയ്യാം. സോ നമ്മളിത് എൻറ്റയർ കളർ യൂസ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം.
അപ്പോൾ അത് മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് യൂസിങ് പ്ലാസ്റ്റിക് സ്പൂൺ. നോക്കാം. സോ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഗ്ലൗസ് ഇടാം. എനിക്കിങ്ങനെ ചെയ്യേണ്ടതൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ നോർമലി ഇങ്ങനെയാണ് ചെയ്യാറ്, 2 സൈഡ് കെട്ടിയിട്ട് ഇവിടെ ചെയ്യാറ്, ഇങ്ങോട്ടേക്ക് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് ഇവിടെയൊക്കെ ചെയ്യാൻ തോന്നും, ചെയ്താലോ. സോ നമ്മൾ കളറൊക്കെ അപ്ലൈ ചെയ്തു. ടീഷർട്ടൊക്കെ ഫുൾ നാശമായി. സോ നമുക്ക് നല്ല റിസൾട്ട് വേണമെങ്കിൽ, നല്ല വിസിബിൾ കളർ വേണമെങ്കിൽ 45 മിനിറ്റ്സ്, പിന്നെ നോർമൽ കളർ ആണെങ്കിൽ 30 മിനിറ്റ്സ് വയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് 45 മിനിറ്റ്സ് വയ്ക്കാം. സോ നമുക്കൊരു ഷവർ ക്യാപ്പൊക്കെ വെച്ച് നമുക്കൊരു 45 മിനിറ്റ്സിന് ശേഷം നോക്കാം. സോ ഗൈസ്, നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു കളറാണ് ഈ കാണുന്നത്. പക്ഷേ റൂം ലൈറ്റിൽ തീരെ കളർ അങ്ങനെ വിസിബിൾ ആവുന്നില്ല. ഇതിപ്പോൾ ആക്ച്വലി ഞാൻ ഹെയർ കളർ ചെയ്തൊരു 1 വീക്കിന് ശേഷം ഉള്ള ഹെയറാണ് കേട്ടോ. എനിക്ക് നെക്സ്റ്റ് ഡേ തന്നെ ഷൂട്ട് ചെയ്യാം, സ്കൂൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതിൽ കറക്റ്റ് മനസ്സിലാവുന്നില്ല. ഞാൻ പുറത്തുനിന്നുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ അതിൽ കുറച്ച് ബ്രൗൺ ഷെയ്ഡ് നന്നായിട്ട് വിസിബിൾ ആവുന്നുണ്ട്. ഇതിൽ തീരെ കാണുന്നില്ല. സോ ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹെയർ കളർ വരുന്നത്. റൂം ലൈറ്റിൽ അത്ര വിസിബിൾ അല്ല ഈ ബ്രൗൺ കളർ, പക്ഷേ പുറത്ത് വരുമ്പോഴത്തേക്കും സൺലൈറ്റിലേക്കും കുറച്ചുകൂടെ നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രോപ്പർ കളർ വരുന്നത്. സോ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇന്നൊരു ഷൂട്ടുണ്ട്, അപ്പോൾ നമ്മൾ ഹെയറൊക്കെ സ്റ്റൈൽ ചെയ്തിട്ടൊക്കെ വന്നതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമായോ? വാട്ട് ഡു യു തിങ്ക്? സോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് കമൻറ്റ്. ആൻഡ് നിങ്ങൾക്കിത് ഇഷ്ടമായോ ഇല്ല എന്നുള്ളതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക. ആൻഡ് ഇഫ് യു വോണ്ട് ടു വാച്ച് സച്ച് വീഡിയോസ്, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. So thank you for watching. Bye bye everyone.